ഞാൻ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തൊരു ഐറ്റമാണ് പിക്സൽ ആർട്ട്. അപ്പോൾ അതിൻ്റെ പുതുമയോടെ തുടങ്ങിയതാണെങ്കിലും ആ പുതുമൊക്കെ ഈ ഗ്രിഡ് വരച്ച് കഴിയണ വരെ മാത്രമുള്ളായിരുന്നു കേട്ടോ. ഞാൻ ഡ്രോയിങ്ങിനൊക്കെ ഗ്രിഡ് വരച്ചിട്ട് ശീലമുണ്ടെങ്കിലും ഇത്രയും ചെറിയ ഗ്രിഡ് ഞാൻ ആദ്യമായിട്ടാണ് വരക്കണത്. ഗ്രിഡ് വരച്ച് കഴിഞ്ഞിട്ട് നമ്മൾ എവിടേക്കാണോ ഫില്ല് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അവിടേക്ക് ഒരു മാർക്ക് ഇട്ട് കൊടുക്കണത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ ഫില്ല് ചെയ്യുമ്പോൾ തെറ്റിപ്പോകാൻ ചാൻസ് ഉണ്ട്. ഈ ബ്ലാക്ക് ഇങ്ങനെ ഫില്ല് ചെയ്യണ കാണാൻ എന്താ സാറ്റിസ്ഫാക്ഷൻ അല്ലേ? അത് നിങ്ങൾ 5x കാണുന്നോണ്ട് നിങ്ങൾക്ക് തോന്നുന്നതാണ്. 1x വരച്ചാൽ എനിക്കിത് അത്ര വലിയ സാറ്റിസ്ഫാക്ഷൻ ഒന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. റെഡ് കളർ മാർക്കർ കയ്യിലില്ലെങ്കിലും ഓറഞ്ച് ഉണ്ടല്ലോ എന്നുള്ള ധൈര്യത്തിലായിരുന്നു ഞാൻ ഈ വർക്ക് തുടങ്ങിയത് തന്നെ. ഓറഞ്ചിനെ വിശ്വസിക്കാൻ പറ്റൂല എന്ന് അതുകൊണ്ടൊന്ന് വരച്ചപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി. അപ്പോൾ പിന്നെ ഞാൻ വേഗം മഞ്ഞനെടുത്തു. മഞ്ഞിനെ ചതിച്ചു. പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല, കയ്യിലുള്ള റെഡ് അക്രിലിക് പെയിന്റ് എടുത്താണ്ട് പൂശി. പെയിന്റ് എടുക്കാനുള്ള മടിയോണ്ടാണ് ഞാൻ ഓറഞ്ചും മഞ്ഞൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാന്ന് കരുതിയത്. പക്ഷെ പണി എടുപ്പിച്ചിട്ടേ അടങ്ങുള്ളൂ എന്ന് കരുതിയാൽ പിന്നെ എന്താ കാട്ടണോ. പിന്നെ നമ്മുടെ ഗ്രീൻ കളർ എന്തായാലും നമ്മളെ ചതിച്ചാൽ നിന്നിട്ടില്ല. അത് അതിൻ്റെ പണി കൃത്യമായിട്ട് തന്നെ നിർവഹിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ സ്ട്രോബെറിക്ക് ഒരു ഒറിജിനാലിറ്റി കിട്ടിക്കോട്ടെ എന്ന് കരുതിയിട്ട് ഞാൻ അതിൻ്റെ ഇടയിൽ ഒരു വൈറ്റ് സ്ക്വയറൊക്കെ ഞാൻ വരച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ പെയിന്റ് ബ്രഷ് ആ സ്ക്വയർ കാണാത്തത് എൻ്റെ കുറ്റാണോ? ഇപ്പോൾ ഇതിനെ കണ്ട സ്ട്രോബെറിയും തക്കാളിയും പടം മിക്സ് ആയിട്ടുള്ള ഒരു ഫ്രൂട്ടായിട്ട് തോന്നണില്ലേ? ഞാൻ അത് തന്നെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇഷ്ടമായി ഒന്ന് കമൻറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട.